കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിൽ നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാമിനുള്ള പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 ജൂൺ 22 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ഡീറ്റെയിൽസും https:/diploma.polyadmission.org എന്ന സൈറ്റ് ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഈ സൈറ്റ് നമുക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 100 രൂപ മതി എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും ഗവൺമെൻറ് സീറ്റുകൾ ഗവൺമെൻറ് കോട്ടയിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി അതനുസരിച്ചായിരിക്കും 2 അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും ഈ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക. അത് എയ്ഡഡ് കോളേജിലെ 15% മാനേജ്മെൻറ്റ് സീറ്റും സ്വാശ്രയ കോളേജിലെ 50% മാനേജ്മെൻറ്റ് സീറ്റുകളും അതാത് കോളേജുകളിലാണ് പ്രവേശനം നടത്തിയെങ്കിലും ഈ വെബ്സൈറ്റ് വഴിയാണ് പ്രത്യേകം അപേക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ NCC സ്പോർട്സ് കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട പ്രത്യേകം ലിങ്ക് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ആകെ 110 കോളേജുകളും ആയിട്ട് ഏകദേശം 40ഓളം വിവിധ പ്രോഗ്രാമുകളാണ് ഈ പോളിടെക്നിക് കോഴ്സുകൾ ഉള്ളത്. ഒരാൾക്ക് പരമാവധി നമുക്ക് 30 ഓപ്ഷൻസ് വരെ കൊടുക്കാൻ അവസരമുണ്ട്. 2 സ്ട്രീമായിട്ടായിരിക്കും ഇതിലേക്ക് പ്രവേശനം നടത്തുക. ഒന്ന് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാംസ് ആണ് ഒന്നാമത്തെ വിഭാഗത്തിലുള്ളത്. രണ്ടാമത്തെ വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് ടെക്നോളജി എന്നീ പ്രോഗ്രാംസ് ആണുള്ളത്. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് പഠിച്ചവർക്ക് 2 സ്ട്രീമിലേക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ NCC സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞ് പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് അയച്ചു കൊടുക്കണം. അതേപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും ഈ പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അതാത് കോളേജുകളിൽ എവിടെയാണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് അവിടെ നേരിട്ട് നൽകണം. ജൂലൈ 24 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. അതിനുശേഷം ജൂൺ 29 ജൂലൈ 6 2 അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ അലോട്ട്മെൻറ്റുകൾ നമ്മൾ ഏറ്റവും ഉയർന്ന ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായി അത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ കോളേജുകളിൽ പോയി ചേരേണ്ടതായിട്ടുണ്ട്. എന്നാൽ താഴ്ന്ന ഓപ്ഷൻ കിട്ടിയാൽ നമുക്കത് മതിയെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് അതായത് ആ സെലക്ഷൻ കിട്ടിയ കോളേജിൽ പോയിട്ട് നമുക്ക് ഫീസ് അടച്ച് ചേരാനായിട്ട് കഴിയും. അതുപോലെ താഴ്ന്ന അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് താൽക്കാലികമായി സ്വീകരിച്ച് ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി 2026 ജൂൺ 22 മുമ്പ് അപ്ലൈ ചെയ്യുക.